ഹലോ ഗായ്സ്, ഇന്നൊരു വ്ളോഗ് എന്ന് പറയുന്നത് ഞാനും അമ്മയും അനിയനും കൂടി തിരുപ്പതി പോകുന്നൊരു വ്ളോഗാണ്. പോയിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി, നമ്മൾ AC കോച്ചായിരുന്നു എടുത്തത്. അങ്ങനെ കയറിയപ്പോൾ തന്നെ നമ്മളൊരു പരിപ്പോടെയൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷം ഞാൻ അപ്പം തന്നെ കിടന്ന് ഗൈസ്. അങ്ങനെ കിടന്ന് ചെറുതായിട്ട് ഉറങ്ങിയൊക്കെ ശേഷം എണീറ്റപ്പോഴത്തേക്ക് ഇതായി ഒരു ബിങ്കോ വാങ്ങിച്ച്, എന്നിട്ട് അതിൻ്റെ കൂടെ ദാണ്ട ഒരു ചായയും കൂടെ മേടിച്ച് കുടിച്ചു. പിന്നെ ഡിന്നറിന് ചപ്പാത്തിയും പനീർ കറിയായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം മോർണിംഗ് അവിടെ എത്തി. അങ്ങനെ സമയമില്ലായിരുന്നു, വേഗം കുളിച്ച് റെഡിയായി. എന്നിട്ട് നമ്മൾ രാവിലെ താണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ അവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളൊരു കടയിൽ തന്നെ ആയിരുന്നു കയറിയത്. നമ്മൾ മേടിച്ചത് പൂരി സെറ്റായിരുന്നു, പക്ഷെ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു കേസ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ മേടിച്ച് കുടിച്ച് കണ്ട കേസ്. അവിടുത്തെ ചായ ഗ്ലാസ്സൊക്കെ കണ്ട വെറും ചെറുത്. അതിനുശേഷം നമ്മൾ അവിടുന്ന് ബസ് പിടിച്ചു. ബസ് കയറിയിട്ട് നമ്മൾ അവിടുന്ന് ഒരു 1.5 മണിക്കൂറുണ്ട് തിരുപ്പതിയിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ബസ്സിൽ നമ്മൾ പോവായിരുന്നു. ബസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഒരു രക്ഷയില്ലായിരുന്നു. ഫുള്ളില്ല മല കയറുകയില്ല. അപ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും നമ്മുടെ ചെവിയെല്ലാം അടഞ്ഞൊരു പരുവമായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ തിരുപ്പതിയിലെത്തി. എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ കയറുന്നത് വൈകിട്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ രാവിലെ ആയതുകൊണ്ട് നമ്മളൊരു ജീപ്പ് എടുത്ത്, എന്നിട്ട് അവർ നമ്മളെ ഒരു ഒരു 6-7 സ്ഥലത്ത് നമ്മളിങ്ങനെ കാണിക്കാൻ പോകും. പെർ ഹെഡ് 200 റുപ്പീസ് അങ്ങനെ കൊടുക്കുന്നത്. ഇത്രയും സ്ഥലങ്ങൾ അവർ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും. അതിന് നമുക്ക് രാവിലെ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പോയി. ഇപ്പോൾ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ശ്രീവരി പടൽ എന്ന് പറഞ്ഞൊരു പ്ലേസ് ആയിരുന്നു. അതിങ്ങനെ ജസ്റ്റ് വ്യൂ പോയിൻ്റ് ആയിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ശിലാതോരണം ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അത് നമുക്ക് ചുമ്മാ ഇങ്ങനെ കുറേ പാറയും ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ച് നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനത്തെ ഒരു വൈബായിരുന്നു. അങ്ങനെ കുറേ അതൊക്കെ കണ്ടു കഴിഞ്ഞ് എന്നിട്ട് ഇത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ചക്രതീർത്ഥം എന്ന് പറയുന്ന ഒരു സ്പോട്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നടക്കാനുണ്ട്. കുറേ നടന്ന് ഇങ്ങനെ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി ചെല്ലണം. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ലായിരുന്നു. പിന്നെ ഇത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആകാശഗംഗയായിരുന്നു. ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സെറ്റപ്പ്. പിന്നെ ദാണ്ടായി വഴിയോരത്ത് ഫുൾ കടകളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നത് ദാണ്ട് ഈ പാപവിനാശനം എന്ന് പറയുന്നൊരു സ്പോട്ടിലേക്കായിരുന്നു. പിന്നെ വെള്ളമൊക്കെ വീഴും, നമുക്ക് വേണേൽ അതൊക്കെ പോയി ഇതാക്കാം. അങ്ങനെ അവിടെ നിന്നെല്ലാം നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് ഇവിടെ വരുന്ന എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ്. അന്നപ്രസാദം എന്ന് പറയുന്നൊരു ഒരു ഇതാ. അപ്പം എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും ഇവിടെ നിന്നായിരുന്നു ഫുഡ് കഴിക്കുന്നത്. ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്. നമ്മളങ്ങനെ ക്യൂ ഒന്നും നിൽക്കേണ്ടി വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പായിരുന്നു അവിടെ. കണ്ട ഇത്രയും വലിയ ഹോളായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഹോള് ഫില്ലാകുമ്പോൾ അടുത്ത ഹോള് അങ്ങനെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് വന്ന് ആദ്യം തന്നെ നമുക്ക് വന്നത് പായസമായിരുന്നു. അതിനുശേഷം വന്നത് എന്തോ ഒരു തോരൻ, എനിക്ക് എന്തുവാന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ അതിനുശേഷം ചമ്മന്തി വന്ന്, പിന്നെ ചോറ്, ഒരു കിൻഡിൽ ചോറും കിട്ടുക ഗൈസ്. പിന്നെ ദാണ്ട് അതിൻ്റെ കൂടെ സാമ്പാർ വന്ന്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് കുറച്ച് മോര് വന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ബസ് കയറി. നമ്മൾ 300 രൂപയുടെ പാസ് എടുത്തിട്ടുണ്ടായിരുന്നു പെർ ഹെഡ്. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ബസ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അവിടെ കൊണ്ട് നിർത്തും. അങ്ങനെ ദാണ്ട് നമ്മൾ അമ്പലത്തിലെത്തി. നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. അങ്ങനെ ദാണ്ട് അവിടുത്തെ ബോട്ടിലാണ് കേസ്. ഇവിടുത്തെ കിട്ടുന്ന പോലത്തെ മിനറൽ വാട്ടർ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അവിടെ ഇല്ലതാ. ഇതേപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. ഇതിന് പ്രൈസ് വരുന്നത് 50 റുപ്പീസ് എന്തോ ആയിരുന്നു. പിന്നെ ദാണ്ട ഇവിടെ ഫുൾ ഇത്രയുള്ള ചായ ഗ്ലാസ് ആയിരുന്നു കേസ്. ഇതിന് വരുന്നത് 25 രൂപയെങ്ങാണ്ട. അതിൻ്റെ കൂടെ പിന്നെ ചിപ്സൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറിയപ്പോഴത്തേക്ക് നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പം എല്ലാം പുറത്ത് തന്നെ വെക്കണമായിരുന്നു. നമ്മൾ അത്രയും നേരം 4 മണിക്ക് കയറി നമ്മൾ ക്യൂ നിന്ന് ഇറങ്ങിയപ്പം 9:45 10 മണിയായി ഗൈസ്. അങ്ങനെ പിന്നെ അവിടെയൊക്കെ ഇന്ന് ഫോട്ടോ എടുത്ത് പിന്നെ രാത്രി വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ അടുത്ത ദിവസം എണീറ്റ് രാവിലെ കുളിക്കുകയൊക്കെ ചെയ്ത് റെഡിയായിട്ട് നമ്മൾ അടുത്ത ദിവസത്തെ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വീണ്ടും നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് തിരുപ്പതിയിലിരിക്കുന്ന വിഷ്ണു ഭഗവാനല്ലോ, ഭഗവാന്റെ വൈഫിനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അമ്പലമാണ് പത്മാവതി ടെമ്പിൾ. അങ്ങനെ രാവിലെ ആയതുകൊണ്ട് ഫുഡ് കഴിച്ചില്ലായിരുന്നു. അങ്ങനെ നമ്മളൊരു കോഫി മേടിച്ച് കുടിച്ച് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറി. അങ്ങനെ കുറേ നേരം ബസ്സിലൊക്കെ ഇരുന്നതിന് ശേഷം നമ്മളവിടെ ടെമ്പിളിലെത്തി. ഇവിടെയും ഫോണും ഇതൊന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ പുറത്തിറങ്ങി അവിടെ നിന്ന് കുറച്ച് ലഡ്ഡുമൊക്കെ മേടിച്ചായിരുന്നു. പിന്നെയും നമ്മളവിടെ നിന്ന് ബസ് കയറി. അപ്പം നമ്മൾ അവിടെ നിന്ന് കിട്ടിയതാണ്ട നമ്മുടെ ഞാവൽപ്പഴമില്ല, അടിപൊളിയായിരുന്നു കേസ്. ഇവിടെയൊക്കെ നല്ല പുളിയല്ലേ, അവിടെയൊക്കെ നല്ല മധുരമായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കയറി. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശരവണ ഭവൻ കണ്ടുപിടിച്ച് അവിടെ കയറി. അടിപൊളി ഫുഡായിരുന്നു കേസ്. ഞാനിവിടെ ഉത്തപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മസാല ദോശ മേടിച്ച്, അവൻ പൊറോട്ട എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ട തന്നെ. പിന്നെ വടയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് നല്ലൊരു കോഫി കിട്ടി. നല്ല ഫിൽറ്റർ കോഫി കിട്ടിയായിരുന്നു. അടിപൊളിയായിരുന്നു. അതുവരെ കുടിച്ചതിൽ വെച്ചിട്ട് ബെസ്റ്റായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ പോയത് കാളഹസ്തി എന്ന് പറഞ്ഞ ടെമ്പിളിലേക്കായിരുന്നു. അങ്ങനെ അതിലും നമ്മൾ അവിടെ എത്തി.
അവിടെ എത്തി. അവിടെയും ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കയറുന്നതിന് മുന്നേ ഫോണും സ്മാർട്ട് വാച്ചും എല്ലാം നമ്മൾ അവിടെ തന്നെ വെക്കണമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇതാണ്ട ഫുൾ മാങ്ങ, പക്ഷെ മൊത്തം ഈച്ചയൊക്കെ അരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം മേടിച്ച് കട്ട് ചെയ്ത് വെച്ച് മേടിച്ചിട്ടില്ലായിരുന്നു. പുതിയതായിട്ട് ഒരെണ്ണം കട്ട് ചെയ്ത് മേടിച്ച് എന്നിട്ട് നമ്മൾ കഴുകിയിട്ടൊക്കെയായിരുന്നു കഴിച്ചത്. പിന്നെ അവിടെ അതാണ്ട് ഇതേപോലെ ശിവൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. അപ്പോൾ അങ്ങനെ ബസ്സിലിരുന്ന് ആ മാങ്ങയൊക്കെ കഴിച്ച് ആസ്വദിക്കുമായിരുന്നു കഴിച്ച് ഞാൻ. അടിപൊളി മാങ്ങയായിരുന്നു. ഇവിടുത്തെ പോലെ ഭയങ്കര പുളിയൊന്നുമില്ല. നമുക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് അതിനുശേഷം നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ റൂമിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. അടിപൊളിയായിരുന്നു ഗൈസ്. ഇവിടുത്തെ ഫുഡ് പഞ്ചാബി ധാബയായിരുന്നു. നാനും പിന്നെ എന്തായിരുന്നു ഗോബി മഞ്ചൂരിയനും പിന്നെ പനീർ നൂഡിൽസും അങ്ങനെ എന്തൊക്കെയോ മേടിച്ച് ഗൈസ്. ഇതുവരെ കഴിച്ചിട്ടുള്ള അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമുക്ക് നൈറ്റ് 12 മണിക്കായിരുന്നു ട്രെയിൻ. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമായിരുന്നു. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയായിരുന്നു. കാരണം ലേറ്റായി ഓട്ടോ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നൈറ്റ് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ട്രെയിനിൽ കണ്ട കൈസ് ഒരു മോർച്ചറി പോലെയൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് രാത്രി അങ്ങനെ പിന്നെ കിടന്നുറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ മേടിച്ചത് ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഴംപൊരി മേടിച്ച് കഴിച്ച് പിന്നെ ഇങ്ങനെ വൈബ് ചെയ്തൊക്കെ ഇരുന്ന്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഫോണിൽ ചാർജില്ല. ഞാൻ ഫോൺ കുത്തിയിട്ടേക്കായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ മീൽസ് ആയിരുന്നു മേടിച്ചിരുന്നത്. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വൈകിട്ട് 4 മണി 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീടെത്തി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ബൈ ഗൈസ്.